തൊപ്പിയാണ് വിഷയം. തൊപ്പിയുടെ വരുമാനം എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അവർലി ഫീ ഓഫ് $250, അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ഒരു മണിക്കൂർ ലൈവ് ചെയ്താ ഒരു മണിക്കൂർ 20,000 കൂട്ട്, ഒരു മണിക്കൂർ 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത്, ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ വരുന്ന ഞാൻ എന്തിനാടാ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? എനിക്കെന്താ തലയിൽ ഓളം ഉണ്ടാ? ലീഗലായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോ ഞാൻ അതിന് ഇല്ലീഗൽ വഴി നോക്കുന്നത്? ഞാൻ പൊട്ടനാ. അതെ, ഒരു മണിക്കൂറിന് $250, ഏകദേശം 20,000 രൂപയിലധികം. അതായത് ഏകദേശം ഒരു ദിവസം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഗെയിം കളിച്ചാൽ 1 ലക്ഷം രൂപയായി. ഇങ്ങനെ 5 മണിക്കൂർ ഗെയിം കളിക്കുന്ന ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ തൊപ്പി സമ്പാദിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ഇനാഗുറേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് പ്രൊമോഷൻസ് ഉണ്ട്. ഒരുപാട് പണം സമ്പാദിക്കാം, കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ആളുകളെ തെറി പറഞ്ഞ് നടക്കുന്ന, നിരന്തരമായിട്ട് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഗെയിം കളിച്ച് എന്താ പറയുക, ഇങ്ങനെ ഫാൻസിന് ഉണ്ടാക്കിയ ഒരാൾക്ക് ഇത്രയധികം സമ്പാദിക്കാമെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അക്കാഡമിക്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വർഷങ്ങൾ കോളേജിൽ സ്പെൻഡ് ചെയ്താൽ പ്രോബ്ലി 1-2 ലക്ഷം രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു 4-5 ലക്ഷം രൂപ ശമ്പളം കിട്ടും അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടാവും. അതോടൊപ്പം ചില ആളുകൾക്കുള്ള ചോദ്യമാണ്, ഈ തൊപ്പി പോട്ടെ, തൊപ്പി ഒരു റെയർ കേസാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പുറത്ത് മാർക്ക് സക്കർബർഗ് ഉണ്ട്, ബിൽ ഗേറ്റ്സ് ഉണ്ട്, സ്റ്റീവ് ജോബ്സ് ഉണ്ട്. ഇവരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്. ഇവരൊക്കെ ഇത്ര സക്സസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അക്കാഡമിക്സിൽ പഠനത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നല്ലേ അതിനർത്ഥം എന്നും ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ചോദ്യങ്ങളെയാണ് ആക്ച്വലി ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളുടെ പിന്നിൽ സാധാരണ വരുന്നൊരു മനോഗതിയെ നമ്മൾ സൈക്കോളജിയുടെ ഭാഷയിൽ സർവൈവർഷിപ്പ് ബയാസ് എന്ന് വിളിക്കും. അതെന്താ സർവൈവർഷിപ്പ് ബയാസ് എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 100 ആളുകൾ ഒരു ഡെസേർട്ടഡ് ഐലൻഡിൽ കുടുങ്ങി എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അവർക്ക് അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ ഓല മുറിച്ചും മറ്റ് ഇതൊക്കെ വെച്ചിട്ട് അവരൊരു ചങ്ങാടം ഉണ്ടാക്കി, പല ആളുകൾ ഓരോ ചങ്ങാടം ഉണ്ടാക്കി എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ, ഒരാൾ മാത്രം രക്ഷപ്പെട്ടത്, ബാക്കിയുള്ളവരുടെ ചങ്ങാടമൊക്കെ ഒലിച്ചുപോയി എന്ന് വിചാരിക്കുക. ഇയാൾ അവിടെ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ചങ്ങാടം ഉണ്ടാക്കിയാൽ ഇങ്ങനത്തെ ഒരു കേസിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കും. കാരണം അയാൾ ചങ്ങാടം ഉണ്ടാക്കി രക്ഷപ്പെട്ടു വന്ന ആളാണ്. പക്ഷേ ബാക്കി 99 ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കഥ പറയാൻ അവർ ബാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ണ് മഞ്ഞളിക്കുന്നത്. അതായത് ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്, അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, നമ്മൾ അസൂയപ്പെടുത്തുന്ന ഒരു ലൈഫ് സ്റ്റൈലാണുള്ളത്. പക്ഷേ ആക്ച്വലി ഇങ്ങനെ ഇൻഫ്ലുവൻസർ ആവാൻ ശ്രമിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ടാവും? യൂട്യൂബിലും ഫേസ്ബുക്കിലും നിരന്തരം വീഡിയോ ഇട്ടിട്ടും രക്ഷപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ സർക്കിളിൽ തന്നെ ഉണ്ടാവും ഇൻഫ്ലുവൻസർ ആവണം എന്ന് ആഗ്രഹിച്ച് എത്താത്ത ആളുകൾ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിലെ വിഷയം. ഇതാണ് സർവൈവർഷിപ്പ് ബയസ്. സർവൈവർ ആയിട്ടുള്ള ആളെ മാത്രമേ നമ്മൾ കാണുള്ളൂ. അയാളൊരു എക്സെപ്ഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എക്സെപ്ഷൻ എന്നുള്ളത് പല രീതിയിലുണ്ടാവും. ചില ആളുകൾ എക്സ്ട്രാ ഓർഡിനറിലി വർക്ക് ചെയ്തിട്ട് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്ക് സക്കർബർഗിനെ എടുക്കാം. മാർക്ക് സക്കർബർഗ് ഹൈലി ടാലന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. പുള്ളി ഹാർവാർഡിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നത് എന്തിനാണ്? വെറുതെ എന്തെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട്, കോളേജ് മോശമായതുകൊണ്ടല്ല. പ്രോബ്ലി ആ കോളേജിൽ ഏൺ ചെയ്യേണ്ട സ്കിൽസ് അദ്ദേഹം നേരത്തെ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നെറ്റ്വർക്ക്സ് ഉണ്ടാക്കി ഒരു കമ്പനി ബിൽഡ് ചെയ്തിട്ടാണ് കോളേജിൽ നിന്ന് മാർക്ക് സക്കർബർഗ് ഇറങ്ങുന്നത്, ബിൽ ഗേറ്റ്സ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി വെൽ അഹെഡ് ഓഫ് ദിയർ കോഴ്സ് ആൻഡ് ടൈം ആയിരുന്നു. അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, നമ്മളൊരു ഫോർച്യൂൺ 500 കമ്പനീസിനെ എടുക്കുക. ആ കമ്പനീസിന്റെ CEOs ഒക്കെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും. ചില ആളുകൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവും. ഈ എക്സെപ്ഷൻസിനെ എടുത്തിട്ട് ഒരു ജനറൽ റൂള് നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇന്ന് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കാനുള്ള പാഠം. അത് ഈവൻ തൊപ്പി ആയാൽ പോലും, തൊപ്പി ഒരു ഫോറിൻ ബ്ലോഗറുടെ ഇൻഫ്ലുവൻസറെ കോപ്പി അടിച്ചതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതേപോലെ കോപ്പി അടിക്കാൻ ശ്രമിച്ച എത്ര ആളുകളുണ്ടാവും? അവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഡ്യൂ ടു സം റീസൺ, അത് ലക്ക് ആവാം, വേറെ പല ഫാക്ടേഴ്സ് ആവാം, റൈറ്റ് പ്ലേസ് ഇൻ റൈറ്റ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ആവാം. എന്ത് ചെയ്യുന്നു? പുള്ളിയുടെ വീഡിയോ അടിച്ചു കയറി പുള്ളി ഹിറ്റായി എന്ന്. എന്നാൽ നമ്മൾ അതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സക്സസ് എന്ന് വെച്ചാൽ എന്താണ്? സക്സസ് എന്ന് വെച്ചാൽ ഒരുപാട് പണം ഉണ്ടാക്കുക എന്നുള്ളതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ കരുതാനും പാടില്ല. അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കൊടുക്കാനും പാടില്ല. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്താ? പെട്ടെന്ന് പണം ഉണ്ടാക്കണം, പെട്ടെന്ന് പണം ഉണ്ടാക്കിയാൽ ആൾ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ആണോ?
നമ്മൾ ആലോചിക്കേണ്ടത് തൊപ്പി തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നത്തെ വീഡിയോയിൽ തൊപ്പി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഐസൊലേറ്റഡ് ആയി, അതുമൂലം എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൾ ചിലപ്പോൾ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ലൈഫിൽ ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ല, ലൈഫിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല. ഇനി ലൈഫിൽ സാറ്റിസ്ഫാക്ഷനും സമാധാനമൊക്കെ ഉണ്ട്, കുറേ പണം ഉണ്ട്, എനിക്ക് ഒരുപാട് സുഖിക്കാമെന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട വിഷയം, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഉണ്ട്, നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ട്, അത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ലൈഫ് ഇമ്പാക്ട് ചെയ്യുക. ദർ ഷുഡ് ബി സം വാല്യൂ ആഡഡ് ബൈ യെസ്, നമ്മൾ മൂലം എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ഞാൻ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ആ ആളുടെ പേരാണ് ഹരേക്കല ഹജപ്പ. പുള്ളി മംഗലാപുരം അടുത്തുള്ള ഒരു ഓറഞ്ച് വിൽപ്പനക്കാരനാണ്, ഓറഞ്ച് വിറ്റ് ജീവിക്കുന്ന ആളാണ്. ആ ഓറഞ്ച് വിൽപ്പനക്കാരന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളിൽ ഒന്നായിട്ടുള്ള പത്മശ്രീ. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആള്, മെലിഞ്ഞ് ഉണങ്ങിയിട്ട് ഒരു വെള്ള ഷർട്ടും വെള്ള തുണിയും മാത്രം ധരിക്കുന്ന ഒരാൾ. പുള്ളി ഓറഞ്ച് വിറ്റിട്ട് ചെയ്തത് എന്താ പറയുക നിങ്ങൾക്ക്? പുള്ളി അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കി. പുള്ളിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്കൂൾ അവിടെ ഉണ്ടാക്കുകയാണ്. ഇതാണ് വാല്യൂ അഡീഷൻ എന്നുള്ളത്. ഇതേപോലത്തെ വാല്യൂ അഡീഷൻ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട്, സയൻസിനും മാത്സിനും താല്പര്യമുള്ള ആളുകൾക്കായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ, IIT-ലും എയിംസിലും ജിപ്മറിലും എല്ലാം പോയി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഓപ്പൺ ആണ്. നമ്മൾ അടുത്ത വർഷത്തോടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു പോകാം. നമ്മൾ പണം ഉണ്ടാക്കാം, പണം ഉണ്ടാക്കാതിരിക്കാം, എന്നാൽ നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും ഉപകാരം വേണം. പണമുണ്ടാക്കാൻ ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. നമുക്ക് കള്ളക്കടത്ത് നടത്താം, കഞ്ചാവ് വിൽക്കാം, മയക്കുമരുന്ന് വിൽക്കാം. ഇതേപോലെ ചിലപ്പോൾ വാല്യൂഡേഷൻ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം അല്ലേ. മീനിങ് കുറേയൊക്കെ സബ്ജക്റ്റീവാണ്, പക്ഷെ എന്നാലും ഒരു മീനിങ്ങും ഇല്ലാതെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ആക്ച്വലി നമ്മൾ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് വാല്യബിൾ ആവുന്നത്, നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർസിനെ കണ്ടിട്ട്, ഡ്രോപ്പ് ഔട്ട്സിനെ കണ്ടിട്ട് മാത്രമല്ല നമ്മുടെ ലൈഫ് നമ്മൾ നിർണ്ണയിക്കേണ്ടത് എന്നുള്ളത് വലിയൊരു പാഠമാണ്. അതിൽ വിജയിക്കുന്ന ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് താഴേക്ക് പോയ ആളുകളെ നമ്മൾ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വോയിസ് ആരും കേൾക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ചില കോച്ചിങ് സെൻ്ററുകൾ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയാറുണ്ട്, +2 തോറ്റിട്ട് നീറ്റ് ലഭിച്ചു. ഇതൊരു മോട്ടിവേഷന് വേണ്ടി നമുക്ക് പറയാം, ഇറ്റ്സ് ഫൈൻ. +2 തോറ്റിട്ട് നീറ്റ് ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ അതൊരു എക്സെപ്ഷനാണ്. അവർ എക്സെപ്ഷനലായിരുന്നു. അത് വിചാരിച്ച് +2 തോറ്റ എല്ലാവർക്കും നീറ്റ് കിട്ടില്ല. +2 തോറ്റ എല്ലാവരും ഇത് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവർ നീറ്റിലോട്ട് എത്തില്ല. വളരെ കുറഞ്ഞ ആളുകൾ എത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആരും എത്തിയെന്നും വരില്ല. ബിക്കോസ് ഹീ ഈസ് എൻ എക്സെപ്ഷൻ ഫോർ സം റീസൺ, അവൻ്റെ ലൈഫിലുള്ള ചില കാരണങ്ങൾ കൊണ്ട്. ഇതൊരു മോട്ടിവേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ നമ്മളിത് ലൈഫിലെ ഒരു റൂളായി വെക്കരുത്. ബിൽ ഗേറ്റ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. ബിൽ ഗേറ്റ്സ് പറയുന്നത് എന്താ പറയുക, ഡ്രോപ്പിംഗ് ഔട്ട് വാസ് എ റിസ്ക്. ഡ്രോപ്പിംഗ് ഔട്ട് എന്നുള്ള റിസ്ക് ആണ് വിച്ച് 99% ഓഫ് പീപ്പിൾ ഷുഡ് നെവർ ടേക്ക്. 99% ആൾക്കാർക്കും ആ റിസ്ക് എടുത്താൽ വർക്ക് ആവില്ല. മാത്രമല്ല പല ഡ്രോപ്പ് ഔട്ട്സും ലേറ്റർ അക്കാഡമിക്സിലോട്ട് തിരിച്ചു വന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ലേണിംഗ് ഒരു സ്ട്രക്ചേർഡ് വേയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ലേണിംഗ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഈ ലോകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിലപ്പുറം നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന നെറ്റ്വർക്ക് പ്രധാനമാണ്. നിങ്ങൾ അവിടുന്ന് പഠിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് എല്ലാം വളരെ പ്രധാനമാണ്. ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ ആലോചിക്കുന്ന ആൾക്കാർ വെറുതെ ആലോചിക്കേണ്ട കാര്യം, എനിക്കൊരു പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും കാര്യം നിങ്ങളെ വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ഡ്രോപ്പ് ഔട്ട്. അതല്ലെങ്കിൽ ഇഫ് യു ആർ ഡ്രോപ്പിംഗ് ഔട്ട് ടു നത്തിങ്, ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്ലാൻ. കോളേജ് ഇസ് ദ ബെറ്റർ പ്ലാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആക്കണം. അതിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1 in a million ആളുകളായിരിക്കും ഇൻഫ്ലുവൻസിങ് ട്രൈ ചെയ്ത് വിജയിക്കുന്നത്. എന്നാൽ എഡ്യൂക്കേഷൻ നേടിയ 100-ൽ 70 ആളുകളും അവരുടെ ലൈഫ് പല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ചിലപ്പോൾ ആ ഒരു 1 in a million ഇൻഫ്ലുവൻസറുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അലങ്കാരം, ഭംഗി എന്ന് ഞാൻ പറയില്ല, ഒരു അലങ്കാരം എന്തുണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അലങ്കാരത്തിൽ മാത്രം കണ്ണ് മഞ്ഞളിച്ച് നമ്മൾ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.